ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് പറ നമ്മൾ ട്രെയിനിൽ പോകുന്നത് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം ഗുരുവായൂർ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പോകുന്ന ഒരു ജേണിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ നമ്മളെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കാണിക്കാനാണ്. പിന്നെ ട്രിവാൻഡ്രം ലോങ് ജേണി ആയതുകൊണ്ട് നേത്രാവതി 3 ടയർ AC ആയിരുന്നു ബുക്ക് ചെയ്തത്. കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട്. അപ്പോൾ മിലാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മീറായിട്ട് കുറച്ച് ചെറിയ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഏജൻറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്താ പറയുക, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്, മോഹൻ സാർ എന്ന് പറഞ്ഞ പ്രഭാന്തിയും. അപ്പോൾ അവരെ ഫ്ലാറ്റിലാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പ്രീപെയ്ഡ് ഓട്ടോ പിടിച്ച് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്, അവരെ ഫ്ലാറ്റിലേക്ക്. അപ്പോൾ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അവിടെ മോഹൻ സാറും പ്രഭാന്തിയും മാത്രമേ ഉള്ളൂ, അവരെ മക്കളൊക്കെ പുറത്താണ്. അപ്പം അവിടെ ഒരു റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്തു. കല്യാണ ആൽബം ഉണ്ടായിരുന്നു മോളെ. ആ കല്യാണ ആൽബത്തിൽ പഴയ കുറേ കാലം മുന്നേ ഉള്ള ഫോട്ടോ അത്. ഇതാണ് മോഹൻ സാറും പ്രഭാന്തിയും പിന്നെ നമ്മളും. അപ്പം മിറായ അന്ന് അവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് നോക്കുന്നതാണ്. അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഈവനിങ് നമ്മളെന്താക്കി കോവളത്തേക്ക് ഊബർ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. നല്ല മഴയൊക്കെ ആയിരുന്നു, നമ്മൾ വിചാരിച്ച് പോകാൻ കഴിയില്ല. പക്ഷേ എന്താ ചോറിനായിരുന്നു ഈവനിങ് ആകുമ്പോൾ. അപ്പം നമ്മളങ്ങനെ സമുദ്രതീരത്തിലെത്തി. സമുദ്രതീരം ബീച്ച് റിസോർട്ടാണ്. റൂംസ് മാത്രമായതുകൊണ്ട് എനിക്ക് ഗൈഡായിട്ട് അവരെ കൂടെ പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് റൂമിൽ തന്നെ അവർ ഗസ്റ്റ് വരുമ്പോൾ റൂം ചെക്ക് ഇൻ ചെയ്യാൻ വലിയ ഗ്രൂപ്പായിട്ട് 3 ഹോട്ടലിലായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോട്ടലിലാണ് വന്നത്. അപ്പം ഇവിടുത്തെ ബീച്ച് വ്യൂ റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ബീച്ച് വ്യൂ റൂം എനിക്ക് ഏജൻറ്റ് തരാമെന്ന് പറഞ്ഞു. കസ്റ്റമേഴ്സൊക്കെ വരുന്നതിനെക്കാട്ടും മുന്നേ ആയതുകൊണ്ട് ബീച്ച് റൂം കിട്ടി, ബീച്ച് വ്യൂ റൂം. കാരണം ഈ 3-4 പ്രാവശ്യം ഞാൻ ഈ ഹോട്ടലിൽ വന്നിട്ട് ബീച്ച് വ്യൂ റൂമിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അന്നേരം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ബീച്ച് വ്യൂ വേണമെന്ന്. അപ്പോൾ മിലാൻ കട്ടുമ്പോൾ കിടന്നിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. മിലാനിന് 5 മാസം പൂർത്തിയായ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ തന്നെ എടുത്തതാണ്. പിന്നെ അപ്പം 5 മാസം പൂർത്തിയായിട്ടേ ഉള്ളൂ ആ സമയത്ത്. ഈ ഹോട്ടലിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് അന്ന് രാത്രി വരുന്നത്രേ. അപ്പം നമ്മളതുവരെ നമ്മൾ ഈ റൂമിൽ റിലാക്സ് ചെയ്യായിരുന്നു. വലിയ ഗ്രൂപ്പായതുകൊണ്ട് 3 ഹോട്ടലിലായിട്ടാണ്. ഒന്ന് സമുദ്രതീരം, ഒന്ന് സ്വാഗത് ഹോളിഡേ റിസോർട്ട്, പിന്നെ ഒന്ന് ജാസ്മിൻ പാലസ്. ഇത് 3ഉം ചെക്ക് ചെയ്തിട്ടാണ് ഉണ്ടായത്. അവിടെയും പോയി ചെക്ക് ചെയ്തൊക്കെ സെറ്റാണ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ വന്നിട്ട് റിലാക്സ് ചെയ്യുന്നത്, ഗ്രൂപ്പിന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പത്മനാഭസ്വാമി ടെമ്പിളിൽ. അപ്പോൾ അങ്ങനെ പിന്നെ മോന് ചോറൂണ് കൊടുക്കാത്തതുകൊണ്ട് അകത്ത് കയറ്റില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ കയറി തൊഴുതിന് ശേഷം അമ്മ കയറിയത്. അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈവനിങ് ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്ത് ഞായറാഴ്ച ബീച്ചിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞായറായി ഞാൻ അവിടെ ഇറങ്ങി. അമ്മയും മിലാനും കുറച്ച് അങ്ങോട്ട് നിന്ന് ഇവിടെ പോലെ.
കഴിച്ചെടുക്കാ എൻ്റെ കഴിക്ക് മണ്ണാവൂലേ വാ ആരെ ഇത് കൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആന്ധ്ര ഗ്രൂപ്പാണ്. അപ്പോൾ അവരെ ഫുഡ് നമുക്ക് റൂമിൽ എത്തിച്ച് തരും. പക്ഷേ നമ്മൾ അന്ന് രാത്രി ഒരു ദിവസം കൂടി കോളുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്ന് രാത്രി നമ്മളുണ്ടാക്കി സീ ഫുഡ് അടിപൊളി കിട്ടുന്നില്ലെന്ന് ഓട്ടോ ഡ്രൈവർ ചോദിച്ചിട്ട് ഓട്ടോ ഡ്രൈവർ നമ്മൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തുള്ള ഉസ്താദ് ഹോട്ടലിൽ കൊണ്ടുവന്നു. അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, നല്ല തിരക്കാണ്. കാരണം നമ്മൾ ലൈവായിട്ട് നമുക്ക് ഏതാണോ ഫിഷ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊരിച്ച് തരും നമുക്ക്. അപ്പോൾ നമ്മൾ ചെമ്മീനും പിന്നെ വേറെ എന്തോ മീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുവരെ നമ്മളിപ്പുറത്തെ ഓപ്പോസിറ്റുള്ള ഒരു ജ്യൂസ് ഷോപ്പിൽ ഇരുന്നിട്ട് ഒരു ജ്യൂസ് കുടിക്കുന്നതായിരുന്നു. മിലാനും മിറായും ഞാനും അമ്മയും. അപ്പോൾ ബാക്കി ആ ഹോട്ടലിനകത്ത് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, നല്ല തിരക്കാണ്. അത്യാവശ്യം കാണുന്നില്ല, എല്ലാ സീറ്റിലും ആളുണ്ട്. ചെറിയ ഹോട്ടലാണ്, പക്ഷേ നല്ല ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ പാർസലൊക്കെ വാങ്ങി റൂമിലേക്ക് വന്ന് റൂമിൽ നിന്ന് കഴിച്ച്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താക്കി, നമുക്ക് ഗുരുവായൂരിലേക്കാണ് പോകേണ്ടത്. ഗുരുവായൂരിലേക്ക് നമ്മളെ ഹോട്ടലിൽ നിന്ന് വേറെ സ്വാഗത് ഹോളിഡേ റിസോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഹോട്ടലിലുണ്ട്. അവിടെയാണ് വേറെ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി കിച്ചൺ സ്റ്റാഫിനെ എല്ലാം കൂട്ടിയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിന് കയറണം നമുക്ക് ഗുരുവായൂരിലേക്ക്. ഗുരുവായൂരാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പം അന്ന് അവിടെ നിന്ന് ഇവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോകാൻ നോക്കുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് കളിക്കുന്ന സമയത്ത് ഊഞ്ഞാലിൽ ഞാൻ ആ കുട്ടീനെ കയറ്റിയിരുത്തി. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി ആ ഊഞ്ഞാലിൽ നിന്ന് വീണിട്ട് കുട്ടീൻ്റെ തലേന്ന് ചോര വന്നു. അപ്പോൾ ആകെ ടെൻഷനായി. കുട്ടീൻ്റെ അച്ഛൻ സർജനാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ടെൻഷനില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളങ്ങനെ ഗുരുവായൂരിലെത്തി. ഗുരുവായൂർ ഗോകുലം ശബരിയിലാണ് നമ്മളെത്തിയത്. ഗോകുലം ശബരിയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. പാടുമോളെ ഉണ്ണി വാവാവോ പാടിക്കൊടുക്കും. ഉണ്ണി വാവാവ ബാക്കി പാടി. ഈ ട്രിപ്പ് നല്ല ട്രിപ്പായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് വലിയ തലവേനയില്ല. മറ്റേ ഞാൻ ഗൈഡായിട്ട് അവരെ കൂടെ തന്നെ പോകേണ്ടി വരും. ഇത് എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു. സ്റ്റേക്കേഷൻ പോലെ കുട്ടികളെയും കൂട്ടിയിട്ട് നമുക്കിങ്ങനെ റൂമിലിരുന്നാൽ മതി. റൂമിൽ അവർ ഗസ്റ്റ് വരുമ്പം 3 ബാച്ചായിട്ടാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ചെക്കൗട്ട് ആകുമ്പോൾ അടുത്ത ഗ്രൂപ്പ് വരും. അപ്പോൾ അങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടായത് അവിടെ. അപ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ലേനും. അപ്പോൾ ടെൻഷൻ ഫ്രീ ട്രിപ്പായിരുന്നു ഇത്. പിന്നെ നല്ല നല്ല മെമ്മറീസ് ഉള്ള ഒരു ട്രിപ്പ് കൂടിയാണ്. അധികം കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല, നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. മിലാനേ ഓ Segunda.
ഗൂഗിളും ശബരിയിൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കുട്ടീനെ കിടത്താനുള്ള ക്രാഡിലൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളന്ന് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ട് നമ്മൾ ആനപ്പന്തിയിൽ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ. അപ്പം മിറായൊക്കെ കാണാനും മിലാൻ പിന്നെ ഒന്നും തിരിയാനായിട്ടില്ല, എന്നാലും മിലാനും കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയതാണ്. മിലാൻ നീ കാണുന്നുണ്ടാ? മിലാൻ നോക്കുന്നുണ്ടാ? ആനയുണ്ടാ മോനെ? ആനയുണ്ടാ മിലാൻ? ആനയുണ്ടാടാ? കഴിക്കൽ മിറാൻ്റെ ആനയാ? ആരാ പറഞ്ഞേ? അതാ ഞങ്ങൾക്ക് പോയിക്കൂടെ? ആ 2 3 ഉണ്ട്. കണ്ണു മുഴിച്ചിട്ട് കാണുന്ന? അവര് കണ്ണു മുഴിച്ചിട്ട് കാണുന്ന? വേണ്ട, ആനേനെ തേച്ച് കുളിപ്പിക്കാൻ. അയ്യോ അമ്മേ, ഓടാൻ പാടില്ല, നിക്ക് നിക്ക്. എന്താ ആനേനെ തേച്ച് കുളിപ്പിക്കുന്നുണ്ട? കാല്, ചെവി എല്ലായിടത്തും വരച്ചിട്ട് കുളിപ്പിക്കുന്നുണ്ടോ? ആനേനെ കാണുന്നില്ലേ? ആനയല്ലേ കിടന്നിട്ടുള്ളത്? അതാ കണ്ടാ? ഒരക്കുന്നുണ്ടോ? ഒരക്കുന്നുണ്ടോ? അതിൻ്റെ അകത്ത് ഈ ട്രിപ്പ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടായത്. നല്ല റിലാക്സ് ആയിട്ട്. ഇത് 5ാം മാസത്തിൻ്റെ ഫോട്ടോഷൂട്ട് ജസ്റ്റ് ബിസ്ക്കറ്റ് വെച്ച് ചെയ്തിട്ടാണ്. അപ്പം മിറായൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചിരുന്നായിരിക്കും നമ്മൾ ഏജൻറ്റ് കിരൺ കുമാർ, കേരള പാർട്ട്ണർ എന്ന് പറയും. നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ബുക്കിംഗ് ആൻഡ് കഥകളിൽ ഗ്രൂപ്പ് വരുമ്പം കിരൺ കുമാർ, പിന്നെ അതുപോലെ തന്നെ അവരുടെ കിച്ചൺ സ്റ്റാഫ്, പിന്നെ നമ്മൾ സുരേഷ് സർ എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടറാണ്, ഡോക്ടർ ഫാമിലി, നല്ല ഗ്രൂപ്പ്. ഇതാണ് നമ്മളെ ഗ്രൂപ്പ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.